ന്യൂസ് 18 കൈകോർക്കാം. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താൽക്കാലിക താമസ സൗകര്യമൊരുക്കാൻ കഴിയുന്നവർ, നിശ്ചിത കാലത്തേക്ക് വാടക വീട് ഒരുക്കി നൽകാൻ കഴിയുന്നവർ, വാടക വീട് കണ്ടെത്തുന്നവരുടെ വാടക നൽകാൻ കഴിയുന്നവർ, വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ കഴിയുന്നവർ ഞങ്ങളെ അറിയിക്കുക. അധികൃതരുമായി ചേർന്ന് നമുക്കവർക്കായി കൂടൊരുക്കാം. ഫോൺ നമ്പർ 8086400391 7025591125. വയനാട്ടിലെ മഹാദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 5ാം നാളിലും തുടരുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ റഡാർ പരിശോധന പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 358 ജീവനുകളാണ്. സൈന്യത്തിന്റെയും NDRFന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത് നേരത്തെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ രക്ഷാദൌത്യം രക്ഷിച്ചുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് അവർ ഇത്തരത്തിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം ഉൾവനത്തിൽ കുടുങ്ങിയത്. ഈ രക്ഷാസംഘത്തിൽ ഈ വയനാട്ടിൽ മുണ്ടക്കൈയിലടക്കം നടക്കുന്ന രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കാട് വഴി ഇവിടേക്ക് എത്താൻ ശ്രമിച്ചവരാണ് ഇത്തരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയത്. അവരെ ഏറെ നേരം ശ്രമപ്പെട്ട് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയതും പിന്നീട് നിരവധി മാർഗങ്ങൾ ഇവരെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നതിലടക്കം ആലോചിച്ചിരുന്നു. ഒടുവിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ആ രക്ഷാദൌത്യത്തിനായി ഇറങ്ങിത്തിരിച്ചവരെ ഇപ്പോൾ സൈന്യം തന്നെ എത്തി എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം തുടങ്ങിയ ദുരന്ത മേഖലകളിൽ 6 സോണുകളായി തിരിഞ്ഞുകൊണ്ട് ഇന്നും വളരെ ഊർജിതമായ വിപുലമായ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട്, യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള തെരച്ചിലാണ് ഇന്നത്തെ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റഡാർ പരിശോധന, ഇന്നലെയും ഒക്കെയും തെർമൽ ഇമേജ് സ്കാനർ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇവിടങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് വളരെ പോസിറ്റീവായി നമ്മളെയൊക്കെ ആകാംക്ഷയിൽ മുൾമുനയിൽ എത്തിച്ചുകൊണ്ട് ആയിരുന്നു ഇത്തരത്തിലൊരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ റഡാറിൽ ഒരു സിഗ്നൽ ലഭിക്കുന്നതും അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് അത് വിഫലമാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അവിടെ റഡാർ പരിശോധന പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ച യുവാക്കൾ, സൂചിപ്പാറയിൽ കുടുങ്ങിയവരെ അവരെ രക്ഷിച്ചുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് സൈന്യം തിരികെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അവർ ഇത്തരത്തിൽ ഉൾവനത്തിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് കുടുങ്ങുന്നത്. അവരെ ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് സൈന്യം ഇപ്പോൾ അവിടെ ഉൾവനത്തിലെത്തി എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എന്തായാലും ആ യുവാക്കളെ എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? 3 പേരാണ് പുജിപ്പാറയിൽ കുടുങ്ങിയത്. 2 പേരെ നേരത്തെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പരിക്കുണ്ടായിരുന്നു. ഒരാൾ കൂടി അവിടെ ഉണ്ട്. അദ്ദേഹത്തെ കൂടി രക്ഷിച്ചു എന്നാണ് അറിയുന്നത്. സ്ഥിരീകരണം അറിയേണ്ടതുണ്ട്. ഏതായാലും ഹെലികോപ്റ്റർ അല്പസമയത്തിലൂടെ ലാൻഡ് ചെയ്യുമെന്നതിന്റെ സൂചനകളുണ്ട്. അത് നേരത്തെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിലാണ് ആളുകളെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ വന്നത് പക്ഷേ നേവി ഹെലികോപ്റ്ററാണ്. ഏതായാലും ആ ഹെലികോപ്റ്റർ ഭാഗമാണെന്ന് വ്യക്തമല്ല. ഏതായാലും 2 ആളുകളെ നേരത്തെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നു. ഒരാൾ കൂടി അവിടെ കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. അയാളെ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്, കണ്ടെത്തിയതാണ്, അയാളെ ട്രാക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തെ കൂടി ഇവിടെ അല്പസമയത്തിനകം രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും 3 പേരാണ് അവിടെ കുടുങ്ങിയത്. അതിൽ 2 പേരാണ് നേരത്തെ ഇവിടെ ഈ ചൂരൽമല ശിവക്ഷേത്രത്തിന് മുൻവശമുള്ള സ്ഥലത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത 2 പേരെ ഇവിടെ കൊണ്ടുവരികയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഒരാളെ കൂടി കൊണ്ടുവരുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും ഹെലികോപ്റ്ററുകൾ ഇപ്പോഴും ഈ ഭാഗത്ത് ഉണ്ട്. സ്വാഭാവികമായും ഇവരെ കൊണ്ടുവരുന്നതാകാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ
ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള സിഗ്നൽ ഇവിടെ ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ഒരു നേരത്തെ ലാൻഡ് ചെയ്തത് ഈ ഭാഗത്തിന്റെ വലതുവശത്തായിരുന്നു. ഇപ്പോൾ ശിവക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് തന്നെ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഈ സിഗ്നൽ കൊടുക്കുകയാണ്. സ്വാഭാവികമായും അവിടെ ലാൻഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നേരത്തെ ലാൻഡ് ചെയ്ത സ്ഥലത്ത് 2 തവണ ലാൻഡ് ചെയ്ത സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ ഏറെക്കുറെ ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. ഈ ഭാഗത്തുകൂടി അല്പം താഴ്ന്നതാണ് പറക്കുന്നത്. ഇത് നേവിയുടെ ഹെലികോപ്റ്റർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ എയർഫോഴ്സ് ഹെലികോപ്റ്ററിലാണ് 2 പേരെ കൊണ്ടുവന്നത്. ലാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്, ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഹെലികോപ്റ്റർ എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ സൂചിപ്പാറയിൽ കുടുങ്ങിയ ഒരാൾ കൂടി ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരാളെ കൂടി കൊണ്ടുവരുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിൽ 3 പേരെ നേരത്തെ ട്രാക്ക് ചെയ്തിരുന്നു. 2 പേർ ഇതിനകം ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്, സുരക്ഷിതമായി തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ചെറിയ പരിക്കുകളുണ്ടെങ്കിൽ പോലും കാര്യമായ അപകടമില്ലാതെ 2 പേർ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ശേഷിക്കുന്ന ഒരാളെ കൂടി അല്പസമയത്ത് ഇവിടെ കൊണ്ടുവരും എന്നതിന്റെ സൂചനകളായി തന്നെ ഇതിനെ കാണണം. അവരെ ഇവിടേക്ക് അധികം വൈകാതെ, അദ്ദേഹത്തെ ഇവിടെ അധികം വൈകാതെ കൊണ്ടുവന്നേക്കും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള മറ്റു ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഇന്ത്യൻ നേവിയുടെയും ആർമിയുടെയും ഒക്കെ വലിയ ടീമുകളാണ് ഇവിടെ ദൗത്യത്തിലുള്ളത്. ആദ്യഘട്ടം മുതൽ ഈ ഇത്തരത്തിൽ ആളുകളെ എയർലിഫ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ കുടുങ്ങിപ്പോയ ആളുകളെ എയർലിഫ്റ്റ് ചെയ്തിരുന്നു. പുഴയിലും മറ്റ് ചാലൂർപ്പുഴയിലും മറ്റും കുടുങ്ങിക്കിടന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പോലും സേനയുടെ സേവനം ഉണ്ടായിരുന്നു. സേനയുടെ ഹെലികോപ്റ്ററുകളുടെ സേവനം ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. എല്ലാവരും ചേർന്നുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ JCB ഉപയോഗിച്ചും മറ്റു മണ്ണ് മാറ്റുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും, ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ റഡാർ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. കൂടുതൽ റഡാർ സംവിധാനങ്ങൾ ഇന്ന് ഇവിടേക്ക് എത്തിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച തരത്തിലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ 6 സോണുകളിലായുള്ള പരിശോധനയിൽ താഴെ ഭാഗത്താണ് കൂടുതൽ സാധ്യതകൾ. ഇനി മൃതദേഹങ്ങൾ എവിടെയെങ്കിലും അടിച്ചു കിടപ്പുണ്ടെങ്കിൽ അത് ഈ പുഴയുടെ തീരത്ത് അതുമായി ചേർന്ന ഭാഗത്താകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഈ പരിശോധനയും ഏറെക്കുറെ ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ നടക്കുന്നത്. മുകളിലും പുഞ്ചിരിവട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കയിലുമൊക്കെ പരിശോധന ഉണ്ടെങ്കിലും അതിൽ കുറച്ചുകൂടി സമഗ്രമായ പരിശോധന, വിപുലമായ പരിശോധന ഈ പുഴയുടെ ഭാഗത്താണ്. അതായത് ഈ ചൂരൽമല ഉൾപ്പെടുന്ന പ്രദേശത്താണ്. അത്തരത്തിലുള്ള ശക്തമായ പരിശോധനയാണ് ഇവിടെ ഇപ്പോഴും നടക്കുന്നത്. ആ പരിശോധന തുടരുകയും ചെയ്യുന്നത്. അതായത് ഹെലികോപ്റ്ററുകൾ അധികം വൈകാതെ ഇവിടേക്ക് ലാൻഡ് ചെയ്യുന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. കാലാവസ്ഥ കൂടി നോക്കി ലാൻഡ് ചെയ്യാനുള്ള സ്ഥല പരിമിതിയൊക്കെ പരിഗണിച്ച് മനസ്സിലാക്കിക്കൊണ്ടാകും ആ ഒരു നടപടികൾ ഉണ്ടാവുക. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഹെലികോപ്റ്റർ ഭാഗത്തേക്ക് ഈ ലാൻഡിംഗ് വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേവിയുടെ ഹെലികോപ്റ്റർ അവിടേക്ക് ലാൻഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് അനുയോജ്യമായ ഒരു സ്ഥലം തേടുകയാണ്. ആ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പാറയിൽ വെള്ളച്ചാട്ടത്തിന് സമീപം ഉൾവനത്തിൽ 3 യുവാക്കൾ ഇത്തരത്തിൽ കുടുങ്ങിയിരുന്നു. അവരെ രക്ഷിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററാണ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3 യുവാക്കളാണ് അവിടെ കുടുങ്ങിയത്. 2 യുവാക്കളെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് എത്തിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എത്തുന്ന ഹെലികോപ്റ്ററിൽ 3ാമത്തെ യുവാവും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും, ആധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അത്രത്തോളം വിദഗ്ധരായ ടീമുകൾ അണിനിരക്കുന്ന രക്ഷാദൌത്യമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പക്ഷേ ഇത്തരത്തിലുള്ള അനിഷ്ടമായ സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഖേദകരമാണ്. നമുക്കറിയാം, ആ യുവാക്കളുടെ ഉദ്ദേശശുദ്ധി ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണെങ്കിൽ പോലും പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവര്
നമ്മളുടെ ടീമുമായി സഹകരിക്കാതെ ഇത്തരത്തിൽ സ്വയം സന്നദ്ധരായി മറ്റു വഴികളിലൂടെ കാട്ടിലൂടെയൊക്കെ കടന്ന് ഇവിടേക്ക് എത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് അവർ കാട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയതും. ഇവിടെ എത്രത്തോളം സേനയുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ ഉപയോഗമുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഘട്ടത്തിൽ ആ സേനയെയും ആ സംവിധാനങ്ങളെയൊക്കെ ആ ഉൾവനത്തിലേക്ക് എത്തി ആ യുവാക്കളെ കൂടി രക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് അതിനുകൂടി ഉപകാരപ്പെടുത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന സമയനഷ്ടം, അതേപോലെ തന്നെ ഈ സേനയിലെ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാതെ പോകാൻ വയ്യ, അല്ലേ അരുൺ? തീർച്ചയായും അത്തരം പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം AK അഷ്റഫ് MLA ചെയ്തു. അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഷിരൂരിൽ വലിയൊരു രക്ഷാദൌത്യത്തിന്റെ ഭാഗമായതിന്റെ നേതൃത്വം നിന്നയാളാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഷിരൂരിൽ രക്ഷാദൌത്യം നമ്മൾ പൂർണ്ണമായി വിജയിക്കാതെ മാറേണ്ടി വന്നു, പിന്നീട് വീണ്ടും തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ട് എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായും ഷിരൂരിന് വല്ലാത്തൊരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ കേരളത്തിൽ കാണാത്തൊരു ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അതിനുശേഷം മുഴുവനും നമ്മൾ വയനാട്ടിലെ ഈ ദുരന്ത മൂവിയിലേക്ക് ഒരു പാച്ചലായിരുന്നു. ഞാനിപ്പോ ഇന്നലെ ഇവിടെ എത്തി. നമ്മുടെ വൈറ്റ്കാർഡ് അംഗങ്ങൾ തുടക്കം മുതൽ വളരെ സജീവമായി, വൈറ്റ്കാർഡ് മാത്രമല്ല എല്ലാവരും കേരളത്തിന്റെ കൈമൈ മറന്ന് വളരെ സജീവമായി ഇവിടെ പുനരധിവാസത്തിനും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആംബുലൻസ് സേവനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു കൃത്യമായ ഡാറ്റ നമ്മുടെ കൈവശമില്ല. ഞാനിപ്പോൾ ഇന്ന് എത്തിയപ്പോൾ നമ്മുടെ കാസർകോട്ടെ സബ് കളക്ടറായിരുന്ന മേഘാശ്രീ IAS ആണ് ഇപ്പോൾ ഇവിടെ IAS കളക്ടറായിട്ടുള്ളത്. അവരോട് സംസാരിച്ചു. എല്ലാവരുടെയും ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നിലവിൽ ഇനി എത്ര ആളുകളെ നമുക്ക് കണ്ടെത്താനുണ്ട്, അത് കണ്ടെത്തി കൃത്യമായ ഒരു ഡാറ്റ ഉണ്ടാക്കി. കൺഫ്യൂഷൻ ഉണ്ട്. ഇന്ന് 200 റേഷൻ കാർഡ് പരിശോധിച്ച് 202 എന്നൊരു കണക്കാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ADGP അജിത് കുമാർ പറയുമ്പോൾ 400ഓളം പേരെ കാണാതായതെന്ന പരാതി ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിന് മുന്നിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊരു വലിയൊരു അന്തരമാണത്. തീർച്ചയായും ആ ഒരു അന്തരം ഞാനും കേട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൃത്യമായ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. കാരണം ആരൊക്കെ മിസ്സായിട്ടുണ്ട്, ഒരുപാട് കുടുംബം സമ്പൂർണ്ണമായിട്ടാണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്നത്. ഏതായാലും 1-2 ദിവസം കൊണ്ട് എല്ലാവരും, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയുന്നത് ഒരു ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യത്വത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു ജനതയാണ്. നമ്മൾ ഇതിലും അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വരുന്ന ആളുകൾ നമുക്ക് ഇനി അവരെ എങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയുമെന്നുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വളരെ സെപ്പറേറ്റായി ഒരു വലിയ ഫണ്ടിന്റെ പ്രഖ്യാപനം നടന്നു. 2 ദിവസം പിന്നിടുമ്പോൾ തന്നെ 2-3 കോടി രൂപ കൃത്യമായ സുതാര്യമായ ഒരു ആപ്പിലൂടെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ യോഗത്തിൽ കൂടി പങ്കെടുക്കാനാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും പുനരധിവാസമാണ് നമ്മുടെ ലക്ഷ്യം. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും പ്രധാനം പുനരധിവാസമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനിയും കണ്ടെടുക്കാനുള്ള ആളുകളുടെ കൃത്യമായ കണക്കെടുക്കുക, അവരെ കണ്ടെത്തുക എന്നത് കൂടിയാണ്. അതുതന്നെയാണ് ഈ പ്രതിപക്ഷ MLA ആയ അഷ്റഫ് കൂടി വ്യക്തമാക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. സർക്കാരും ആ പ്രവർത്തനത്തിലാണ് മുൻഗണന കൊടുക്കുന്നത്. ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് 200 ആയാലും 400 ആയാലും വലിയ സംഖ്യയായി നമ്മൾ അത് കാണേണ്ടതുണ്ട്. കാരണം മരണസംഖ്യ ഇത്രയധികം ഉയർന്ന സാഹചര്യത്തിൽ ഇത് ഇനിയും കാണാതെ കിടക്കുന്നവരെ മിസ്സിംഗ് പട്ടികയിലുള്ളവരുടെ എണ്ണം കൂടുന്നത് വലിയ ആശങ്ക ഉയർത്തുമെന്ന് ഉറപ്പാണ്. അത്രയും കണക്കുകൾ വരുന്നത് കൃത്യമായി അടുത്ത ദിവസങ്ങളിലൂടെ പല വഴികളിലൂടെയാണ് സർക്കാർ ഈ മിസ്സായ കാണാതെ പോകുന്ന ആളുകളുടെ എണ്ണം ശേഖരിക്കുന്നത്. അത് റേഷൻ കാർഡ് വഴി ശേഖരിച്ചപ്പോൾ 202 എന്ന ഒരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതും അതിന് സമാനമായ കണക്കാണ്. പക്ഷേ അതല്ല, അതിൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും ആദ്യഘട്ടം മുതൽ വിളിച്ചവരുണ്ട്. അതിൽ ചില ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ ഇവിടെ ഇല്ലാത്ത ആളുകൾ, അതായത് വിദേശത്തും മറ്റുമായ ആളുകളുടെ ചില കുടുംബങ്ങൾ ഒന്നടങ്കം ഇവിടെ ദുരന്തത്തിൽപ്പെട്ട് ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പല പരാതികൾ, പല കോണുകൾ ഉയർത്തി വരുന്നു. ആ കണക്കുകളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൃത്യമായ കണക്കെടുപ്പുകൾ ഉണ്ടാകും. കുട്ടികളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും സ്കൂൾ രേഖകളടക്കം, സ്കൂളിലെ റോൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ എണ്ണം എടുത്തത്. അങ്ങനെ എല്ലാ വഴികളും വോട്ടർ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ പല വഴികളിലൂടെ പല തലങ്ങളിലുള്ള തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ഈ അപകടങ്ങൾ, ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകൾ പോലും കുടുങ്ങിപ്പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതും ഈ സ്വാഭാവിക നടപടിയുടെ ഭാഗമാണ്. അതായത് എല്ലാ ആളുകളും ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം ശ്രമിക്കുന്നുണ്ട്. അതിൽ
ചില ആളുകൾ ഈ ജില്ലാ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഇത് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഏകോപിപ്പിക്കുന്ന ആളുകളെയോ ഒന്നും ബന്ധപ്പെടാതെ നേരിട്ട് ഇവിടെ എത്തുന്ന ആളുകളാണ്. അതാണ് പലപ്പോഴും കണക്കെടുപ്പിൽ പാളിച്ചകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആളുകൾ മിസ്സിംഗ് ആവുന്നു എന്ന പരാതികൾ ഉയർന്നു. ഏതായാലും ആ ഹെലികോപ്റ്റർ സൂചിപ്പാറയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട അവിടെ കുടുങ്ങിപ്പോയ, വനത്തിൽ കുടുങ്ങിപ്പോയ, വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയ ആളെയും കൊണ്ട് ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പ് ആണോ എന്ന സൂചന. പക്ഷേ കാലാവസ്ഥ അത്ര അനുകൂലമല്ല. ഇവിടെ ചെറിയ മഴ ചാറ്റൽ ഇപ്പോൾ ഉണ്ട്. മാനം കറുത്തിരിക്കുന്ന അവസ്ഥയാണ്. കുറച്ചു നേരം വരെ നല്ല ശക്തമായ വെയിലുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കാലാവസ്ഥ അനുകൂലമാകുന്നുണ്ട്. ഏതായാലും ലാൻഡിങ്ങിനുള്ള ശ്രമമാണ് എന്ന് വേണം കരുതാൻ. രണ്ടാളുകളെ നേരത്തെ സുരക്ഷിതരായി ഇവിടെ എത്തിച്ചിരുന്നു. ആ രണ്ടുപേരിൽ ഒരാൾക്ക് പരിക്കുണ്ടായിരുന്നു. പരിക്കേറ്റ ആളെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇനി ഒരാൾ കൂടി ഇതിലുണ്ടായിരുന്നു, ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു, ക്ഷമിക്കണം, ഈ കുടുങ്ങിയ സ്ഥലത്ത് സൂചിപ്പാറിൽ ഉണ്ടായിരുന്നു എന്നാണ് സൈന്യം അറിയിക്കുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന സേനാ വിഭാഗങ്ങളാണ്, ആ ഹെലികോപ്റ്ററാണ് ഇതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം ശുഭപ്രതീക്ഷകളാണ് ഇവിടെ ഈ രക്ഷാദൌത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ഒരു ജീവന്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ, ജീവന്റെ ഒരു കണ്ണുകയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുമെന്ന് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ശ്രമമായി തന്നെ അതിനെ കാണണം. ഇന്നലെ നമുക്കറിയാം ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്ന സംശയത്തിൽ കുണ്ടിക്ക് വ്യക്തമായ എത്രയോ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയിരുന്നു. അവസാനം ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ. എന്തെങ്കിലും സാധ്യത ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ, ഒരാളെയെങ്കിലും ജീവനോടെ ഇവിടെ നിന്ന് വീണ്ടെടുക്കാൻ ഇപ്പോഴത്തെ രക്ഷാദൌത്യം എന്ന് പറയുമ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നത് മാത്രമാണ് യഥാർത്ഥ ശ്രമം. പക്ഷെ അപ്പോഴും അവിടെ ഒരു ജീവന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള അശാന്ത പരിശ്രമമാണ്. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ടുള്ള ആ പരിശ്രമമാണ് ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടത്. ഇന്നും അത്തരത്തിലുള്ള പരിശോധനയാണ് തുടരുന്നത്. സ്വാഭാവികമായും ഇത്രയധികം ദിവസം മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ജീവനോടെ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും വലിയ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഈ ഇത്തരമൊരു ദുരന്തം, ഇത്തരമൊരു ദുരിതം ഒരു കാലത്തും ആരും പ്രതീക്ഷിച്ചതല്ല. കേരളത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ പലപ്പോഴും വരുമ്പോഴും ഇത്രയധികം വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ആരും കരുതിയതല്ല, അത് ആരും ആഗ്രഹിച്ചില്ല. പക്ഷെ സംഭവിച്ച ശേഷം ഇനി അതിന്റെ രക്ഷാപ്രവർത്തനമാണ്, അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് മറികടക്കാനുള്ള വഴികളാണ് എല്ലാ തലങ്ങളിലും തേടുന്നത്. അതിനാണ് കേരളം ഒന്നിച്ചു നിന്നത്. അതിനാണ് ഇന്ത്യയുടെ സേനകൾ ഒന്നടങ്കം ഇവിടെ വന്ന്, അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ സേനാ വിഭാഗങ്ങളും ഇവിടെ വന്ന് ഇപ്പോഴും ഈ പ്രവർത്തനം ഏർപ്പെടുന്നത്. നമുക്കറിയാം, സേനകളെ പറ്റി പറയുമ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ദൌത്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ, ആദ്യ മണിക്കൂറുകളിൽ നിരവധി പേര് ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെയും കൊണ്ട് നദിക്കുറകെയുള്ള റോപ്പിലൂടെ കടന്നു വരുന്ന നിഖിൽ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ടു. അദ്ദേഹം ഇവിടെ ആദ്യം എത്തിയ ബാച്ചിൽപ്പെട്ട ആളായിരുന്നു. ആ ഫയർഫോഴ്സ് സംഘം നിരവധി പേരെയാണ് ഇവിടെ നിന്ന് രക്ഷിച്ച്, നിരവധി ജീവനുകളാണ് ഇവിടെ നിന്ന് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. ആർമിയും നേവിയും കോസ്റ്റ് ഗാർഡും എയർഫോഴ്സും എന്നും എത്തുന്നതിന് മുമ്പ് ഇവിടെ ആ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടത് സംസ്ഥാനത്തെ പോലീസും സംസ്ഥാനത്തെ ഫയർഫോഴ്സ് സംവിധാനവുമാണ്. നമ്മൾ ഫയർഫോഴ്സ് സേന, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വലിയ പങ്കുണ്ട് ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൽ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ചില ചിത്രങ്ങൾ, കുഞ്ഞുങ്ങളുമായി എത്തുന്ന ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി, വളരെ സംതൃപ്തിയോടുകൂടി കണ്ടതാണ്. അങ്ങനെ എല്ലാ സേനാ വിഭാഗങ്ങളും, ഇന്ത്യൻ സേനകൾ ഇവിടെ, ആർമി ഉൾപ്പെടെ സേനകൾ ഇവിടെ ബെയിലി പാലമടക്കം നിർമ്മിച്ചുകൊണ്ട് രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ നമ്മൾ കൈയടിക്കുന്നു. അങ്ങനെ അത് പറയുമ്പോൾ തന്നെ, ആ കൈയടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ സേനാ വിഭാഗങ്ങളും അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ മനുഷ്യരും രക്ഷാപ്രവർത്തകരും, അവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട്, വിവിധ സാമുദായിക സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്, അവരുടെയൊക്കെ സംഘടനകളുണ്ട്. എല്ലാവരും ഒറ്റ ലക്ഷ്യത്തിലേക്കായി ഈ വയനാടിനുണ്ടായ ദുരന്തം, ആ ദുരന്തം വലിയ ദുരന്തമാണ്. അതിന്റെ ആഘാതം ഇത്രയെങ്കിലും കുറയ്ക്കാൻ കഴിയുമോ, ഒരു ജീവനെങ്കിലും രക്ഷിക്കാനാകുമോ, അല്ലെങ്കിൽ വയനാടിനെ പുനർനിർമ്മിക്കാൻ ഈ ഒലിച്ചുപോയ രണ്ട് ഗ്രാമങ്ങൾ മുണ്ടക്കയും അതുപോലെ തന്നെ ചൂരൽ മലയും അതേപോലെ രക്ഷിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നെല്ലാം തേടിക്കൊണ്ട് നിരവധി ആളുകൾ, ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഒരുപക്ഷെ ഈ സന്നദ്ധ പ്രവർത്തകർ അപ്പുറം ഈ സ്ഥലം കാണാൻ ഇന്ന് രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഈ
ഇത്തരത്തിൽ ഡിസാസ്റ്റർ ടൂറിസം എന്ന് കണ്ടു വരുന്ന ആളുകൾ പോലും ഉണ്ട്. അവർ പക്ഷേ അവർ വീട്ടിലിരിക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ അവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെടണമെന്ന മനസ്സോടെ വരുന്നതാകാം. എങ്കിൽ പോലും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്, വലിയ നിയന്ത്രണങ്ങൾ ഇവിടെയുണ്ട്. എന്നിട്ട് പോലും ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബമായി ഒക്കെ വരുന്ന ആളുകളെ നമുക്കിവിടെ കാണാനായി അവർക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്നത് മനസ്സിലാക്കാതെ ആളുകൾ ഈ സ്ഥലം കാണാൻ, ഈ ദുരന്ത ഭൂമി കാണാൻ, അതൊരു ഡിസാസ്റ്റർ ടൂറിസം എന്ന ലേബൽ ആളുകൾ കടന്നു വരുന്നത് നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. അതിന് കർശന വിലക്ക് അധികൃതർ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. നമുക്ക് ഈ ബേലി പാലത്തിന്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. എവിടെ പോലും കടന്നു വരാൻ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ വന്നാൽ പോലും വലിയ അപകടമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, വലിയ തടസ്സമാണ് ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ വയനാട് ദുരിതബാധിതർ കൈത്താങ്ങുമായി ശുചിത്വ മിഷൻ വയനാട് അവരുടെ വേസ്റ്റ് കളക്ഷൻ വെഹിക്കിൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ വേസ്റ്റുകൾ നിരവധി ഇത്ര ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ സ്വാഭാവിക ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം നിരവധി മാലിന്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സന്നദ്ധ സംഘടന നീക്കം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ശുചിത്വ മിഷന്റെ ഒരു സംവിധാനം, വേസ്റ്റ് കളക്ഷൻ മെഷീനുമായി ശുചിത്വ മിഷന്റെ ഒരു വാഹനം ഇവിടേക്ക് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഏതെല്ലാം തലത്തിലായി വേലിപ്പാലത്തിൽ ഉള്ള ഒരു അറിയിപ്പാണ്. ഇവിടെ അടിയന്തര ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച പാലമാണ്. ഈ പാലത്തിലൂടെ 24 ടണ്ണിലധികം ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡാണ്. ഇവിടെ ഇത്തരത്തിലുള്ള പല നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ പല ബാരിക്കേഡുകൾ കടന്നു വേണം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് വരാൻ. മാധ്യമങ്ങളുടെ വാഹനങ്ങളും ഉൾപ്പെടെ 2 കിലോമീറ്ററിലേക്ക് കടത്തിവിടാറില്ല. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടും പല വഴികളിലൂടെ ഇവിടെ നാട്ടുകാർ ഈ സ്ഥലം കാണാൻ, ഈ ദുരന്ത ഭൂമി കാണാൻ, ഇവിടെ എന്ത് നടക്കുന്നു എന്ന് കാണാൻ, എന്താണ് ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കാണാൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് തീർച്ചയായും തടയുന്ന അധികൃതർ നിയമപരമായി തടയുന്നതിനപ്പുറത്തേക്ക് സ്വയം ആളുകൾ തീരുമാനിക്കേണ്ട, ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരുടെ വലിയൊരു എണ്ണം ഇവിടെയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് സേനാ വിഭാഗങ്ങളുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ സ്വാഭാവികമായും ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിലേക്ക് പുറത്തുനിന്ന് ആളുകൾ ഒരു ആവശ്യവുമില്ലാതെ ഈ പ്രദേശം കാണാൻ കടന്നു വരുന്നത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. വെറുതെ ഈ സ്ഥലം കണ്ടുപോകാൻ വരുന്നവർ സ്വയം തിരിച്ചറിഞ്ഞ് തിരികെ പോകുന്നതാണ് നല്ലതെന്ന് പല തലത്തിൽ പല തവണ സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ കുടുംബമായി കുട്ടികളെ കൊണ്ട് ഇവിടെ സ്ഥലത്തേക്ക് വരുന്ന ആളുകൾ പോലും ഉണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ വന്ന ഈ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവർ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും രക്ഷാദൌത്യം ഇവിടെ തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൂചിപ്പാറയിൽ നിന്നുള്ള ഹെലികോപ്റ്റർ ഇതുവരെയും ഇവിടെ ലാൻഡ് ചെയ്തിട്ടില്ല. ആ ഹെലികോപ്റ്റർ വൈകാതെ ഇവിടേക്ക് ലാൻഡ് ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഒരാൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ കൂടി രക്ഷപ്പെടുത്തി ആ ഹെലികോപ്റ്റർ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയാണ് കാത്തിരിപ്പ്, അതിനുവേണ്ടിയാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരിക്കുന്നത്. ഏതായാലും നമ്മോടൊപ്പം MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ്, ഇന്ന് ഡിസാസ്റ്റർ ടൂറിസം എന്നാണ് മുഹമ്മദ് റിയാസ് മന്ത്രി ഇവിടെ പറഞ്ഞത്. നമ്മൾ പക്ഷേ ഇവിടെ കാണുന്നത് നിരവധി ഫാമിലികൾ, പ്രായമായ ആളുകൾ, വടിയൊക്കെ കുത്തി ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരിക്കും രാവിലെ മിനിസ്റ്റർ പറഞ്ഞത് ഒരു ഡാർക്ക് ടൂറിസമാണിത്. കാരണം ഡിസാസ്റ്റർ ടൂറിസം എന്നത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ ദോഷകരമായി ബാധിക്കുന്ന, പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യ ദിനങ്ങളിൽ കണ്ടതാണ് വാഹനങ്ങളുടെ നിര മേപ്പാടി വരെ നീളുന്ന സാഹചര്യം. അപ്പോൾ ആദ്യത്തെ ദിനങ്ങളിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ പോലും എത്തിക്കാൻ കഴിയാതെ വന്നത്, ആ പാല നിർമ്മാണം പോലും വൈകിയത് ഈ അനാവശ്യമായി എത്തുന്ന ആളുകളെ കൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു നിയന്ത്രണം പിന്നീടുണ്ടായിരുന്നു. പക്ഷേ ഈ ജീവനോടെ വീണ്ടെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഒപ്പം കൂടുതൽ മൃതശരീരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കാഴ്ചക്കാരായി ഒരുപാട് പേരിപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വാർത്ത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വരും. നമ്മൾ പലരെയും വരുന്ന ആളുകൾ എവിടെ വന്നാണ് ചേട്ടാ? ഞങ്ങള് കൽപ്പറ്റയിന്ന് വന്നാണ് ഇവിടെ. ഞാൻ ഒരു കുറച്ചു ദിവസം മുമ്പിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നല്ല ശാന്തമായ ഒരു ഭാഗമായിരുന്നു. ഈ സംഭവിക്കുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പിൽ. അപ്പൊ ഇത്രയൊരു പ്രകൃതി ദുരന്തം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കിതൊന്നും കണ്ടു നിൽക്കാൻ ഉള്ളൊരു എന്തിനായിട്ട് ഇവിടെ വരുന്നത്? കണ്ടു നിൽക്കാൻ വയ്യാത്ത കാര്യം. ഇവിടെ നിൽക്കുന്ന ആർക്കും ഇത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. പിന്നെ എന്തിനാണ് വീട് കുറച്ചു കാലം കഴിഞ്ഞാലും ഈ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ട്, കിട്ടാത്ത ഒരു ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അവരൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന്
കാത്തു നിൽക്കുന്നത്. കൂടുന്ന ഇവിടെ വലിയ പ്രശ്നമാണ് ഇവർ പൊതുവിൽ പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നിൽക്കുന്ന ഇരിക്കപ്പുറതി ഇല്ലാന്ന് പറയും പോലെയാന്ന് തോന്നുന്നല്ലേ? പോലീസുകാർക്കോ നമ്മളുടെ സുഹൃത്തുക്കളുടെ ബോഡി തിരിച്ചറിയാൻ കഴിയൂല. അപ്പൊ നമുക്ക് അവരുടെ വീട് എവിടെയാണ്? കൽപ്പറ്റ. ശരിക്കും വീട് കമ്പളക്കാടാണെങ്കിൽ കൽപ്പറ്റയാണ് താമസിക്കുന്നത്. ഇത്തരം വിഷമങ്ങളുമായി വരുന്ന ആളുകളൊക്കെ ഒക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഒക്കെ ഈ തങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള നാടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ആളുകളെ കണ്ടു പോകാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നേരത്തെ ഈ ഭൂമി ഇങ്ങനെ മനോഹരമായ ഭൂമിയായിരുന്നു, അത് ഇപ്പോൾ എങ്ങനെയായി എന്ന് സംശയം തോന്നുന്നു. വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികം അത് കാണാൻ അങ്ങനെ ആകാംക്ഷ വരുന്നവരുണ്ട്. പക്ഷേ എന്ത് കാരണം പറഞ്ഞു വന്നാലും ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും അല്ലെങ്കിൽ ഈ സേനകൾക്കും അപ്പുറത്തേക്ക് ആളുകൾ ഒരു വിടുതൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ കൂടുന്ന മാലിന്യങ്ങൾ ഇവിടുത്തെ ഈ സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സേന അവർ ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ്. ഇത്തരത്തിൽ തീർത്തും ഒരു ലാഭേച്ഛയുമില്ലാതെ നിരവധി ആളുകൾ ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ആളുകൾക്ക് പോലും വരാൻ ചിലപ്പോൾ നിയന്ത്രണം. ഒരുപക്ഷെ ഇവിടെ ഭക്ഷണം കയറ്റിവിടുന്നതൊക്കെ പലപ്പോഴും തടയുന്ന പരാതി വരുന്നത് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ